ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കൊന്നൊരു കൊച്ചു ഷോർട്സ് ഇട്ട് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണ്? പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓ മൈ ഗോഡ്, 10 ഓഫ് കപ്സ്. ഇനി എന്ത് വേണം? 10 ഓഫ് കപ്സ്. ഫാമിലി റീയൂണിയൻ വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റൈറ്റ് നൗ ആഗ്രഹിക്കുന്നത്. ഇത് ഒന്നുകിൽ ഈ വീഡിയോസ് കാണുന്നത് കൂടുതലും മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവർ പിരിഞ്ഞു പോയവരായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഡെപ്തിലോട്ട് പോയിട്ടുള്ളതാണ്. പിരിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ അത്രത്തോളം വേദനിക്കുകയും ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അയാളുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ പാഷനായിരിക്കാം, അയാളുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, പേഴ്സണൽ മാറ്റേഴ്സ് ആയിരിക്കാം, അയാളുടെ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ആൾക്കിപ്പോൾ അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഉള്ളിനുള്ളിൽ നിങ്ങളോട് റീയൂണിയൻ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എങ്കിലും അയാളിപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളെ താലോലിക്കുന്നു, എങ്ങനെ നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആലോചിക്കുന്നു, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ആളൊറ്റയ്ക്കാണ്, ശരിക്കും ഒറ്റപ്പെട്ട്. ഒരുപാട് ആളുകളുണ്ടാവും ചുറ്റും, പക്ഷേ അവിടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഫെമിനൈൻ എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ റീയൂണിയൻ നടക്കും, എങ്ങനെ നടക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഉള്ളത്. അടുത്ത കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇമോഷണലി വളരെ സ്റ്റേബിളാണ്. മുൻപുണ്ടായിരുന്ന ഇമോഷണൽ ടെർബുലൻസ് ഒന്നുമില്ല. വളരെ സ്റ്റേബിളാണ്, വളരെ ഗ്രൗണ്ടഡാണ്. കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് കാര്യങ്ങൾക്ക്. എങ്ങനെ എന്ന് മാത്രമാണ് ഇനി ചിന്തിക്കാനുള്ളത്. ഒരു തീരുമാനം എടുത്ത് ഓൾറെഡി ഒരു തീരുമാനം ഉള്ളിനുള്ളിലൊരു തീരുമാനമുണ്ട്, പക്ഷേ അതിനുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം ചെയ്തു തീർക്കാനുള്ള മൾട്ടിപ്പിൾ പ്രയോറിറ്റി 7 ഓഫ് കപ്സിൻ്റെ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പെട്ടിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ. അയാളിപ്പോൾ അതിൽ കുറച്ച് സ്റ്റേബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരിക്കാം. അയാൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.